ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂരിലുള്ള ആനക്കോട്ടയിലേക്കാണ് കേട്ടോ, അതായത് പുന്നത്തൂർ കോട്ടയിലേക്ക്. പുന്നത്തൂർ കോട്ടയുടെ വേറൊരു പേരാണ് ആനക്കോട്ട. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു സ്ട്രെയിറ്റ് എഴുതി പോകുന്നു ടിക്കറ്റ് കൗണ്ടറിലേക്ക്. ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ നമുക്ക് ആനക്കോട്ടയിലേക്ക് പ്രവേശനമുണ്ട് കേട്ടോ. ഇതൊരു സൈഡിലായിട്ടൊരു ചെറിയ ചായക്കടയുണ്ട്. ചായ, സ്നാക്സ്, അതുപോലെ ചെറിയ ചെറിയ കൂൾ ഡ്രിങ്ക്സ് അതൊക്കെ അവിടെ കിട്ടും. ഇത് നമ്മൾ ആനക്കോട്ടയിലകത്തേക്ക് കയറുന്നു. നമ്മൾ നേരെ പോകുമ്പോൾ സൈഡിലായിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്റ്റോൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കേട്ടോ. കുറേ നാൾ മുമ്പ് അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് വാങ്ങിച്ച് ആനയ്ക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല, അവിടെ ആരുമില്ല കേട്ടോ, അതങ്ങനെ അടച്ചിട്ടേക്കുവാണ്. ഇപ്പോൾ ഇതാ നേരെ കാണുന്നത് നമ്മുടെ പുന്നത്തൂർ കോട്ടയാണ് കേട്ടോ. സ്ട്രെയിറ്റ് പുന്നത്തൂർ കോട്ടയും വലതുവശത്തേക്കും ഇടതുവശത്തേക്കും 2 റോഡുകളും ഉണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിരുത്തുന്ന ആനകളാണ് ഈ ആനക്കോട്ടയിലുള്ളത് കേട്ടോ. ഇതാണ് ഇടതുവശത്തേക്കുള്ള റോഡ്, അതേപോലെ തന്നെ വലതുവശത്തേക്കുള്ള റോഡും. നമുക്ക് ഈ വലതുവശത്തേക്കുള്ള റോഡിലൂടെ കയറി കഴിഞ്ഞാൽ ചുറ്റി, അതായത് പുന്നത്തൂർ കോട്ട ചുറ്റി അപ്പുറത്തെ ഇടതുവശത്തൂർ റോഡിലൂടെ ഇങ്ങോട്ട് പോരാം. ഒന്ന് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, എക്സ്കർഷനൊക്കെ ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിതേ വലതുവശത്തേക്കുള്ള റോഡിലൂടെ കയറുവാണ്. ഇവിടെ തൊട്ട് ആനകളുടെ ഒരു മേളം തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും കണ്ടു തുടങ്ങാം. അപ്പോൾ ആനക്കോട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? ഇത് ഗുരുവായൂരിലെ ആനക്കോട്ടയിലാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയൊരു കൊമ്പനാനിയുടെ മുന്നിലാണ് കേട്ടോ. ഒരു വലിയൊരു കൊമ്പനാനിയാണ്, ശരിക്കും പേടിയാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യണം, പോയാലോ? വരും. ആനക്കോട്ടയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വലത്ത് വശത്തേക്ക് നമ്മൾ തിരിയുമ്പോൾ ആദ്യം കാണുന്ന ആനയാണ് ലക്ഷ്മി നാരായണൻ. ഇതാണ് ലക്ഷ്മി നാരായണൻ ആന. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടക്കിരുത്തിയ ആനയാണ് ലക്ഷ്മി നാരായണൻ. ആ ആനയാണിത് കേട്ടോ. ലക്ഷ്മി നാരായണൻ എന്ന ആനയെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ നടക്കുമ്പോൾ വലതുവശത്തായിട്ട് നമ്മളൊരു ആനയെ കാണുന്നുണ്ട്. ഇത് ഒരു പിടിയാനയാണ്. ഇതിൻ്റെ പേര് നന്ദിനി എന്നാണ്. ആനക്കോട്ടയിലെ ഏറ്റവും പ്രായം ചെന്ന ആനയാണ് ഈ നന്ദിനി. 1960 ഇതിൻ്റെ ജനനവർഷം. ആനയോട്ട മത്സരത്തിൽ പല പ്രാവശ്യവും ഇതിന് 1ാം സമ്മാനം കിട്ടിയിട്ടുള്ള ആനയാണ് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഓസ് ആനയുടെ വായിലേക്ക് വെച്ച് കൊടുത്തേക്കുവാ വെള്ളം കുടിക്കാൻ, കണ്ടായിരുന്നോ? പിന്നെ അത് കൂടാതെ തുമ്പിക്കൈയിലേക്ക് വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓസിൽ കൂടി. അപ്പോൾ അതാണ് തുമ്പിക്കൈയിൽ നിറച്ച് ശേഖരിച്ച് അതിങ്ങനെ മുകളിലേക്ക് ഒഴിക്കുന്നത്. നല്ല മനോഹരമായൊരു കാഴ്ചയാണല്ലേ, ഒരു ആനയുടെ ഈ തുമ്പിക്കൈയിൽ വെള്ളമൊക്കെ എടുത്തിങ്ങനെ മുകളിലേക്ക് ഒഴിക്കുന്നത്. നല്ല രസമല്ലേ അത് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നന്ദിനി ആന. പ്രായത്തിൻ്റെതായ ചെറിയൊരു വൈയായികകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഈ ആനയ്ക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതൊരു ബോർഡിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആനയ്ക്ക് പനമ്പട്ട കൂടാതെ വാഴപ്പിണ്ടിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാപ്പാനാണ് വാഴപ്പിണ്ടി ഇങ്ങനെ ചെറുതായി വെട്ടി എടുക്കുകയാണ് ആനയ്ക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നന്ദിനി ആന, പിടിയാനയാണ്. അപ്പോൾ ആനക്കോട്ടയിലേക്ക് കയറുമ്പോൾ വലത്തെ സൈഡിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ആദ്യം കാണുന്നത് ലക്ഷ്മി നാരായൺ, രണ്ടാമത് കാണുന്നതാണ് പിടിയാന നന്ദിനി. നന്ദിനി ആനയെ കണ്ടതിന് ശേഷം തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഗോപാലകൃഷ്ണൻ, അതാണ് ഈ ആന. പനമ്പട്ടയൊക്കെ കഴിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇതാണ് ഗോപാലകൃഷ്ണൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ആനയാണ് ദേവി. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ എഴുന്നള്ളിപ്പിനെ കൊണ്ടുവരുന്ന ആനയാണ്. അവിടെ കണ്ടിട്ടുണ്ടാവും നമ്മളെല്ലാവരും പോകുമ്പോൾ ഇല്ലേ, ശീവേലിക്ക് വൈകുന്നേരം എല്ലാ ദിവസവും എഴുന്നള്ളിപ്പിനെ കൊണ്ടുവരുന്ന ശീവേലി, ആ സമയത്ത് അവിടെ കൊണ്ടുവരുന്ന ആനയാണ് ദേവി. ഗുരുവായൂർ ആനക്കോട്ടയിൽ മൊത്തം ഇപ്പോൾ 38 ആനകളാണ് ഉള്ളത്. 34 കൊമ്പനാനയും 4 പിടിയാനയുമാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം മൂഴയാണ്. നമ്മളങ്ങനെ നേരെ നടന്നു വരുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നോ എൻട്രി.
അവിടെ ദൂരെ നോക്കുമ്പോഴത്തേനും ഒരു വലിയൊരു കൊമ്പനാന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അത് മദപ്പാടുള്ള ആനയാണ്. അപ്പോൾ അതുകൊണ്ട് ആനയും അതിൻ്റെ അടുത്തേക്ക് വിടുന്നില്ല. അത് കുറച്ച് ദൂരെയാണ് ആനയെ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. നോ എൻട്രി ബോർഡ് വെച്ചേക്കുവാണ്. അത് മദപ്പാടുള്ള ആനയാണ്. അവിടെ ഒരു പോലീസ് ഓഫീസർ അവിടെ കാവലിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് അവിടം വരെയുള്ള ആ റോഡ് പിന്നെ ഇങ്ങോട്ട് വളയുവാണ്. വളയുമ്പോൾ 2 ആനകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ പേര് ഒന്ന് അറിയാൻ വേണ്ടി അവിടെ പാപ്പാനെയൊക്കെ നോക്കി. പക്ഷേ ഇവരുടെ അടുത്ത് പാപ്പാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ 2 പേരൊരു 2 കൊമ്പനാനിയാണ്. അപ്പോൾ 2 പേരെ അങ്ങനെ കണ്ടു. അങ്ങനെ അങ്ങോട്ട് നേരെ നടക്കുന്നു. നേരെ അങ്ങോട്ട് നടക്കുമ്പോൾ വലതുവശത്തായിട്ട് ഞാനൊരു ആനയും അതിൻ്റെ 2 പാപ്പാനും ഇരിക്കുന്ന കണ്ടു. ഇത് ഒരു പിടിയാനയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാപ്പാനോട് ചോദിച്ചു ഈ പിടിയാനയുടെ പേരെന്താണ്. അപ്പോൾ രശ്മി എന്നാണ് പേര്. നല്ലൊരു പാവ ആനയെ പോലെ തോന്നി കേട്ടോ. വളരെ ശാന്തമായിട്ട് അങ്ങനെ നിൽക്കുക. കണ്ടില്ലേ, വളരെ ശാന്തമായിട്ട് തോന്നുന്നില്ലേ കണ്ടിട്ട്. എൻ്റെ പേരാണ് രശ്മി. അപ്പോൾ അത് കഴിഞ്ഞു. വീണ്ടും നമ്മൾ നേരെ നടക്കുവാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഒരു കാട് പോലെ വലിയ വലിയ മരങ്ങളും ഒക്കെ ഉള്ള നല്ല പച്ചപ്പുള്ള ഒരു കാട് പോലത്തെ ഒരു സ്ഥലം. നടുക്ക് നല്ലൊരു ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല റോഡ്. ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അത് കഴിയുമ്പോൾ തൊട്ടിപ്പുറത്തൊരു ആനയെ കണ്ടു. നമ്മുടെ രശ്മി ആനയുടെ അടുത്ത് നിൽക്കുന്ന ആനയാണ്. ഈ ആനയുടെ പേര് ചോദിക്കാനും അവിടെ ആരെയും കണ്ടില്ല. അതുകൊണ്ട് പേരറിയില്ല. എന്താണെങ്കിലും പനമ്പട്ടയൊക്കെ കഴിച്ച് ആൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. പിന്നെയും വീണ്ടും സ്ട്രെയിറ്റ് നേരെ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇടത്ത് വശത്തായിട്ട് ഒരു ആനയെ കണ്ടു. ഇവിടെ കണ്ട ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട് ആന നിൽക്കുന്നതിൻ്റെ സൈഡിൽ. പക്ഷേ കയറിന് തീരെ ബലമൊന്നും ഇല്ല കേട്ടോ. ഒരു കയർ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ചില ആനകളുടെ പേര് ചോദിക്കാൻ അവരുടെ അടുത്ത് പാപ്പാന്മാരില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പേര് ചോദിക്കാൻ പറ്റാത്തത്. നമ്മൾ നേരെ പോകുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു പിടിയാന നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പനമ്പട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഒരു പിടിയാനയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഇടതുവശത്തായിട്ടാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദേ അപ്പുറത്തും ഇപ്പുറത്തും എവിടെ നോക്കിയാലും നമ്മുടെ ആനകളാണ് ഇവിടെ കാണുന്നത്. ആനക്കോട്ടയിലെ കാഴ്ച അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ പനമ്പട്ടിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പിടിയാന നിൽക്കുന്നതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ആന നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേര് ചോദിക്കാനും പാപ്പാൻ അടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേരറിയില്ല. എന്താണെങ്കിലും ആ ആന അവിടെ നിന്ന് പനമ്പട്ടയൊക്കെ കഴിച്ച് നിൽക്കുവാണ്. അപ്പോൾ ആ മനോഹര കാഴ്ച കണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് നടക്കുവാണ് കേട്ടോ. എല്ലാ ആനകളുടെ ഫ്രണ്ടിലും ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. കയറ് പക്ഷെ തീരെ കട്ടിയൊന്നും ഇല്ല കേട്ടോ. ആന വിചാരിച്ച നിഷ്പ്രയാസം ആ കയറൊക്കെ പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നടന്നു വന്ന വഴിയാണ് കേട്ടോ. ഞാൻ വന്ന വഴി ഒന്നുകൂടി കാണിക്കുവാണ്. ഇത് കണ്ടോ, ഞാനിങ്ങോട്ട് നടന്ന് വന്ന ആ ഇൻ്റർലോക്കിട്ട വഴി കൂടിയാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. അതായത് തന്നെ അതിൻ്റെ ചുറ്റും നമ്മളിപ്പോൾ കണ്ട ആനകളാണിതെല്ലാം. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പേരറിയില്ല, ഏതാണെന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ആ ആനയാണിത്. കണ്ടോ. അത് കഴിഞ്ഞ് വലത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരാന നല്ല ഷെഡിൽ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു പോലീസ് സാർ ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ആനയുടെ പേരെന്താണ്. എൻ്റെ പേര് ബാലു എന്നാണ് കേട്ടോ. ഇത് ഒരു വലിയൊരു ഷെഡിലാണ് നിൽക്കുന്നത്. മറ്റാനകൾക്ക് ഇങ്ങനെ ഷെഡ് കണ്ടില്ല. ഇതിന് നല്ലൊരു ഷെഡിനകത്താണ് നിൽക്കുന്നത്. അതിൻ്റെ പേരാണ് ബാലു. അങ്ങനെ ബാലു ആനേനെയും കണ്ട് നേരെ അങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ ദാ നിൽക്കുന്നു ഇടതുവശത്ത് അടിപൊളിയായിട്ടുള്ളൊരു കൊമ്പൻ. ഈ ആനയുടെ പേരാണ് ദേവദാസ്. ഇവിടെ ആനയുടെ മുമ്പിൽ തന്നെ മരത്തിൽ അവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ദേവദാസ്. ഇത് ചെറിയ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ആന മദപ്പാടിലാണ്, അതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കുവാൻ സന്ദർശകർ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എനിക്ക് പേടിയാണ്. അപ്പോൾ അതേ വീണ്ടും മുന്നോട്ട് നടക്കുവാണേ.
ഇതാ ഞാൻ ഇപ്പം നടന്ന് വന്ന വഴിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഞാൻ കുറച്ച് നേരം മുന്നോട്ട് നടന്നിട്ട് പിന്നെ ബാക്കിലേക്ക് ക്യാമറ പിടിച്ച് ഞാൻ വന്ന വഴി കാണിച്ചു തരുവാണ്. അപ്പോൾ എല്ലാവർക്കൊന്നും മനസ്സിലാവുമല്ലോ ശരിക്കും. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ കാട്ടിലൊരു വലിയൊരു ആന നിൽക്കുന്ന പോലെ നിൽക്കുന്നു. ഒരു ആന ദൂരെ, അതെല്ലാം മതപ്പാടുള്ളതാണ് കേട്ടോ. നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ വേറൊരു ആന, ഇതിൻ്റെ പേരാണ് സിദ്ധാർത്ഥ് ആനയാണ്. നമ്മുടെ പുന്നത്തൂർ കോട്ടയുടെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മൾ സിദ്ധാർത്ഥൻ ആനയെ കെട്ടിയിരിക്കുന്നത്. ഞാൻ റോഡിലൂടെ നേരെ മുന്നോട്ട് നടക്കുവാണേ. എല്ലാ ആനകളുടെ ഫ്രണ്ടിലും മരത്തിൽ കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഭയങ്കര വലിപ്പമുള്ള കയറുകളല്ല അത്, ശരിക്കും ഒരു സാധാ കയറുകളാണ്. അത് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് ആ കയറ് കെട്ടിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരുടെയും മുമ്പിലും കയറ് കെട്ടിയിട്ടുണ്ട്. ഒരു ജാഗ്രത പോലെയാണ് ആ കയറ് കെട്ടിയേക്കുന്നത്. എല്ലാവരും പക്ഷേ വളരെ അനുസരണയോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. മതപ്പാടുള്ള ആനകളെ ഒന്നും നമ്മൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തല്ല. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പ്രശ്നക്കാര ആനകൾ അല്ല. ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആനകളാണ് ഇതെല്ലാം. പ്രശ്നം ഉണ്ടാക്കുന്ന മതപ്പാടുള്ളവരെ ഒന്നും സാധാരണ നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ ദൂരെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ മുന്നോട്ട് എടുക്കുമ്പോൾ കാണുന്ന ആനയാണ് നന്ദൻ. 2 ആനകളുണ്ട്. ഇത് ഒരു ബ്ലൂ കളർ ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് കേട്ടോ. ഈ ബ്ലൂ കളർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ് ആ ബ്ലൂ കളർ ബിൽഡിംഗ്. അതേപോലെ വെറ്റിനറി ഓഫീസും ഉണ്ട്. ഓഫീസറിൻ്റെ ഒരു ഓഫീസാണത്. അവിടെ 2 ആനകളാണ് ആ സൈഡിലുള്ളത്. ഒന്ന് നന്ദൻ, മറ്റേതിൻ്റെ പേര് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർക്കത് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരു വടി ചാടി വെച്ചേക്കുന്നുണ്ട്, അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തേക്കുന്ന ആനയുടെ പേരാണ് നന്ദൻ. ഇതാണ് ഞാൻ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും അതുപോലെ തന്നെ വെറ്റിനറി ഓഫീസറിൻ്റെ ഓഫീസുമാണ് ഈ 2 അപ്പോൾ നമ്മളിത് വീണ്ടും ഇതിനെ വളഞ്ഞിങ്ങോട്ട് പോരുവാണ്. ഈ റോഡ് ഇങ്ങനെയാണ് വളഞ്ഞാണ് പോകുന്നത് കേട്ടോ, അല്ലാതെ വേറെ കൺഫ്യൂഷനൊന്നുമില്ല. അതിൽ കൂടെ നമ്മൾ സ്ട്രെയിറ്റ്ലി നടക്കുമ്പോൾ നമ്മൾ എത്തുന്നത് നമ്മുടെ കൊട്ടാരത്തിൻ്റെ, അതായത് നമ്മൾ ഇന്നലെ കണ്ട കൊട്ടാരത്തിൻ്റെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡാണ്. ഇപ്പോൾ അതേ തിരിഞ്ഞു നോക്കൂ, ഞാൻ വന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ നന്ദനാനയാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ വടി ചാടി വെച്ചതിൻ്റെ പേര് ഞാൻ ചോദിച്ചു, അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതേ നമ്മൾ നേരെ നടക്കുവാണ്. ഇത് വെറ്റിനറി ഓഫീസർമാരുടെ ഓഫീസൊക്കെയാണ് കേട്ടോ. അതിനുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് നടക്കുമ്പോൾ നമ്മുടെ നോക്ക് ആനകളുടെ പനമ്പട്ടയൊക്കെ ഇഷ്ടംപോലെ കൊണ്ട് കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. ഈ ചെറുനോക്ക് ഇന്നലെ ക്ഷേത്രത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഭഗവതി ക്ഷേത്രം എന്നൊക്കെ, അതാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ സൈഡിലാണ് ഈ വെറ്റിനറി ഓഫീസും അഡ്മിനിസ്ട്രേഷൻ ഓഫീസൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ പുന്നത്തൂർ കോട്ട. ഇത് നമ്മുടെ ക്ഷേത്രക്കുളം. ഇതൊക്കെ ഇന്നലെ ഞാൻ കാണിച്ചതാണല്ലോ. ഇത് കൂടി ഇവിടെ വരെയുള്ളൂ ആനകളുള്ളൂ. ഈ നമ്മൾ ഇവിടെ കൂടി നേരെ ചെല്ലുന്നത് ആ ഗേറ്റിൻ്റെ അടുത്താണ്. അതായത് നമ്മൾ ഗേറ്റ് കടന്ന് സ്ട്രെയിറ്റ്ലി വന്നിട്ട് വലതുവശത്തോട്ട് റോഡിൽ കൂടി ഈ കോട്ട ചുറ്റി ഇടതുവശത്തെ റോഡിൽ കൂടി ഇങ്ങോട്ട് എത്തുന്നു. മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ നമ്മളിത് തിരിച്ചെത്തി. ഇവിടെ ആനകളെയൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ഇരിക്കാനായിട്ടൊക്കെ നല്ല സുഖമായിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നല്ല ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ ചോട്ടിൽ ഇത് കണ്ടോ, ഇരിക്കാനായിട്ട് നല്ല ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഞങ്ങളങ്ങനെ ഇവിടെ കാറ്റും കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നന്ദിനി ആനേനെ ഇവിടെ കൂടി ഞങ്ങളുടെ മുന്നിൽ കൂടി കൊണ്ടുപോകുന്നു. അപ്പം ഞങ്ങളും ചെന്ന് കേട്ടോ, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാനാണ്. അപ്പോൾ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, നമ്മുടെ കോട്ടയുടെ സൈഡ് ഭാഗത്ത്, അതായത് ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിൽ ഞാൻ അടുക്കളയുടെ ഒരു സൈഡിൽ ഇരിക്കുന്നില്ലേ, ആ ഭാഗത്തേക്ക് നന്ദിനി ആനയെ കൊണ്ടുവന്നേക്കുവാണ്. അവിടെ വെച്ചിട്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവന്നേക്കുവാണ് കേട്ടോ. അപ്പം ഞാനും പോയി നോക്കി കേട്ടോ. ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് നന്ദിനിയാനിയെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതേ നോക്കി, നമ്മൾ നേരത്തെ കണ്ട നന്ദിനിയാണ് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിക്കാൻ വന്നേക്കുവാണേ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് പോയി കണ്ടാലോ? വരും. നേരത്തെ കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിക്കാൻ വന്നേക്കുവാണ്. അതാ ഇവിടെ വലിയ ഇങ്ങനെ എന്താ പറയുക ബക്കറ്റ് പോലെ ഇതിനകത്ത് ചോറ് കുഴച്ച് പാപ്പാൻ റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതിനകത്ത് ചവനപ്രാശമൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആനയ്ക്ക് ഇത്തിരി പ്രായത്തിൻ്റേതായ ചെറിയൊരു വയ്യാഴികയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ മരുന്നുകളെല്ലാം അവർ ചോറിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. നെയ്യും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് നല്ല പോഷകമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ പുന്നത്തൂർ കോട്ടയിലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അടുക്കളയുടെ സൈഡിൽ ആട്ടുകല്ലിൻ്റെ അവിടെ ഇരുന്നില്ലേ, ആ ഭാഗത്താണ് കേട്ടോ ഈ നന്ദിനി ആനേനെ ഭക്ഷണം കൊടുക്കാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ പാപ്പാൻ ഉരുളയൊക്കെ ഉരുട്ടി ആനയുടെ വായിൽ വെച്ച് കൊടുക്കുവാണ്.
ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഇത് കാണാൻ പറ്റിയത് വളരെ സന്തോഷമായി കേട്ടോ ഞങ്ങൾക്ക്. അത് കഴിഞ്ഞു. നന്ദിനി ആന ഭക്ഷണമൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ആനയെ കൊണ്ടുവന്നേക്കണു കുളിപ്പിക്കാനായിട്ട്. ഇതും ആ ഭാഗത്ത് തന്നെയാണ്, അതായത് നമ്മുടെ പുന്നത്തൂർ കോട്ടയിലെ അടുക്കള സൈഡിൽ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നേക്കുവാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ നന്ദൻ, ആ ആനേനെയാണ് ഈ കൊണ്ടുവന്നേക്കണത് കേട്ടോ. അപ്പോൾ ഓസിനിങ്ങനെ വെള്ളം ചീറ്റിക്കുവാണ്. അപ്പോൾ അതിൻ്റെ തുമ്പിക്കൈയിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും. കണ്ടോ, തുമ്പിക്കൈയിലെ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് നിറഞ്ഞു കഴിയുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വീശും വെള്ളം. നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇത് കാണാനായിട്ട്. അങ്ങനെ നന്ദൻ ആന അവിടെ കാര്യമായിട്ട് തുമ്പിക്കൈയിലെ വെള്ളമൊക്കെ നിറച്ച് നോക്കും. എത്ര നേരം നോക്കി തുമ്പിക്കൈയിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഓസിന്ന്. അപ്പോൾ അതേ തുമ്പിക്കൈയിൽ ബാക്കി ഓസിലെ വെള്ളം പാപ്പാൻ ആനയുടെ മേത്തേക്കും കൂടി ചീറ്റിക്കുന്നുണ്ട്. ഇനി അവൻ 1, 2, 3 നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട്. ഇതൊരു മനോഹരമായ ഒരു ഭംഗി തന്നെയാണ്. തുമ്പിക്കൈയിൽ ഇങ്ങനെ നിറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ മുകളിലേക്ക് ഒഴിക്കുന്നത്. അങ്ങനെ നന്ദൻ ആനയാണ് ഇപ്പോൾ നമ്മുടെ കോട്ടയുടെ സൈഡിൽ ഇതുപോലെ വെള്ളമൊക്കെ ചീറ്റിച്ച് കുളിക്കുന്നത്. കഴിഞ്ഞു. അപ്പോൾ നന്ദൻ ആനയുടെ കുളിയൊക്കെ കഴിഞ്ഞു. തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ആ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് നീങ്ങിയാട്ടോ നിൽക്കുന്നത്. എനിക്ക് ആനയെ നല്ല പേടിയാണ്. പണ്ടൊക്കെ ഇവിടെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ സമ്മതിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാപ്പാന്മാരത് വാങ്ങിച്ചൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ പല ദിക്കിന്നും പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നപ്പോൾ കുറേ ആനകൾക്ക് ഒരുപാട് അസുഖങ്ങൾ പിടിച്ചു. 2-3 ആനയൊക്കെ ചെരിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവരണതല്ലേ, പല ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ വിഷമടിക്കലും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ട് കൊടുത്താൽ തന്നെ ആദ്യം നമ്മൾ അവിടുത്തെ വെറ്റിനറി ഓഫീസറിനെയാണ് ഏൽപ്പിക്കേണ്ടത്. അവർ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ പാപ്പമ്മയുടെ കയ്യിൽ കൊടുക്കുള്ളൂ ആനകൾക്ക് കൊടുക്കാൻ. വളരെ ശ്രദ്ധയോടു കൂടിയാണ് കേട്ടോ ഇപ്പോൾ ആനകളെ അവിടെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആനക്കോട്ടയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുതേ. അപ്പോൾ ഞങ്ങൾ ബൈ ബൈ പറയുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ ബൈ, സ്റ്റേ ഹാപ്പി ഓൾവേസ്.